നിരവധി സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അത്തരത്തിൽ ഹൃദയം നുറുങ്ങുന്ന ഒരു മരണവാർത്തയാണ് ഇന്നലെ വയനാട്ടിൽ നിന്നും പുറത്തു വന്നത്. ഒട്ടും നനച്ചിരിക്കാതെ പെടുന്നനെ മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടി. വെറും 19 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ പ്രായം. കുട്ടിത്തം മാറാത്ത ഉപ്പയുടെയും ഉമ്മയുടെയും പുന്നാരമോൾ. എപ്പോഴും വീട്ടിൽ കളിയും ചിരിയും മാത്രം. എല്ലാവരോടും എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ അവൾ സംസാരിക്കാറുള്ളൂ. ഉമ്മക്കും ഉപ്പക്കും മുത്തം നൽകാതെ പുറത്തിറങ്ങാത്ത പെൺകുട്ടി. അവൾ മാതാപിതാക്കൾക്ക് ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും സംസാരിക്കും. എത്രത്തോളം ഓമനിച്ചാവും ആ മാതാപിതാക്കൾ ഈ പൊന്നുമോളെ വളർത്തിയിട്ടുണ്ടാകുക. അതിരാവിലെ പാൽ വാങ്ങാനായി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ചേതനറ്റ ശരീരമായിട്ടാണ്. എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് ഈ നഷ്ടം താങ്ങാനാവുക? വിധിയുടെ ക്രൂരത എന്നല്ലാതെ ഇതിനെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല. മകൾ പഠിച്ചൊരു ജോലി വാങ്ങുന്നതും വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ട ആ മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ചേതനയേറ്റ ശരീരമായിട്ടാണ് തിരിച്ചു വരുന്നത്. അവർക്ക് താങ്ങാനുള്ള കരുത്ത് റബ്ബ് നൽകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്. വയനാട് കമ്പളക്കാട് പുത്തൻതൊടിയിൽ ഹാഷിമിന്റെയും ആയിഷയുടെയും മകളാണ് ദിൽഷാന. ഇന്നലെ രാവിലെ 7 മണിയോട് കൂടിയാണ് സംഭവം നടക്കുന്നത്. വീട്ടിൽ നിന്നും പാൽ വാങ്ങാനായി പോയതായിരുന്നു ദിൽഷാന. തുടർന്ന് വീടിന് സമീപത്ത് തന്നെയുള്ള റോഡരികിൽ പാലെത്തിക്കുന്നതിനായി കാത്തു നിൽക്കുകയായിരുന്നു. റോഡരികിൽ കാത്തു നിൽക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടെത്തിയ ഒരു ജീപ്പ് പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ദിൽഷാനയെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ദിൽഷാന. എയർപോർട്ടിൽ നിന്നും മാനന്തവാടിയിലേക്ക് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രാഥമികമായ നിഗമനം. റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന പൈപ്പുകൾ കാരണം പെൺകുട്ടിക്ക് റോഡിന്റെ വശത്തേക്ക് പെട്ടെന്ന് മാറാൻ സാധിക്കാത്തതും അപകടത്തിന് കാരണമായി. 1 വർഷത്തിലേറെയായി ഈ പൈപ്പുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ട് എന്നും അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരം ഒരു അപകടത്തിന് കാരണമായതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുമുണ്ട്. മൃതദേഹം കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകി. മുഹമ്മദ് ഷിഫിൻ, മുഹമ്മദ് അഹഷ് എന്നിവർ സഹോദരങ്ങളാണ്. മകളുടെ മരണവാർത്തയറിഞ്ഞ് ഉമ്മയും ഉപ്പയും തളർന്നു വീണുപോയി. അവരുടെ എല്ലാമായിരുന്ന പൊന്നോമനയായ മകളാണ് മരിച്ചിരിക്കുന്നത്. 2 സഹോദരന്മാരുടെ പുന്നാര സഹോദരിയാണ് മരിച്ചിരിക്കുന്നത്. അവർക്കൊക്കെ ഈ വേദന എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? അയൽവാസികൾക്ക് പോലും അവളുടെ വേർപാട് സഹിക്കാൻ പറ്റുന്നില്ല. അയൽവാസികളും ബന്ധുക്കളുമൊക്കെ പൊട്ടി കരയുകയാണ്. മഴക്കാലമായതോടെ വാഹനാപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. വാഹനം ഓടിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. ചെറിയൊരു പാളിച്ച പോലും വലിയൊരു ദുരന്തങ്ങളിൽ കലാശിച്ചേക്കാം. തുറന്നു കിടക്കുന്ന ഓടകളും വെള്ളം നിറഞ്ഞ കുഴികളും ഒടിഞ്ഞു വീഴാറായ മരച്ചില്ലകളും പൊട്ടിയ ഇലക്ട്രിക് ലൈനുകളും അടക്കം പലതരം അപകടങ്ങൾ പതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗത കുറച്ച് വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. എന്തായാലും ഈ 19കാരിയുടെ ആകസ്മിക വിയോഗം താങ്ങാനുള്ള ശക്തി അവരുടെ മാതാപിതാക്കൾക്ക് ലഭിക്കട്ടെ. അവർക്ക് സർവശക്തൻ ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള സഹനശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.